എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നല്ലൊരു ഫെർട്ടിലൈസർ, അതായത് നമ്മുടെ ചെടികൾ, പ്രത്യേകിച്ച് റോസാ ചെടികൾക്ക് പുതിയ തളിർപ്പുകളും നല്ലവണ്ണം പൂക്കളും പൂമൊട്ടുകളും ഒക്കെ വന്ന് നിറയാനായിട്ടുള്ള നല്ലൊരു ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മഴ പെയ്തതുകൊണ്ട് 2-3 ദിവസം നല്ല മഴയായിരുന്നു. അപ്പോൾ മഴ പെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിയിലൊക്കെ നല്ല, അതായത് കീടങ്ങളുടെ ശല്യമൊക്കെ പെട്ടെന്ന് മാറുകയും അതുപോലെ തന്നെ മുരടിപ്പും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ചെടി ആ ഒരു ഹെൽത്തി ആയിട്ട് വളരാനൊക്കെ വളരെയധികം സഹായിക്കും നല്ലൊരു മഴയെന്ന് പറയാം. കാരണം ഇലകളിലൊക്കെ ഒന്ന് വീണ് വെള്ളമൊക്കെ ഒന്ന് വീഴുമ്പോൾ തന്നെ നമ്മുടെ ചെടിയൊക്കെ ഒന്ന് ഉഷാറാകും. ഞങ്ങൾക്കിവിടെ 2-3 നല്ല മഴ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുവാണ്. പ്രത്യേകിച്ച് പ്രാണികളുടെയും വണ്ടുകളുടെയും ട്രിപ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഒരു മഴ നല്ലവണ്ണം 2-3 മഴ കിട്ടിക്കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ശല്യം മാറും. അപ്പോൾ നമ്മളൊന്ന് ആ മുരടിപ്പൊക്കെ ഉള്ള ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നീട് നിങ്ങൾ നോക്കിയോ, അതിൽ വരുന്ന പുതിയ തളിർപ്പുകൾ, നല്ല ബ്രൗൺ ഷെയ്ഡിലുള്ള നല്ല തളിർപ്പുകൾ, നല്ല ഹെൽത്തി ആയിട്ടുള്ള തളിർപ്പുകളും അതുപോലെ തന്നെ മുരടിപ്പും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതിരിക്കും. മഴ ഒരുപാട് ഗുണം ചെയ്യും നമ്മുടെ ചെടികൾക്ക്. ഒരുപാട് മഴയായ പ്രശ്നമാണ്, പക്ഷേ മഴ പെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നല്ല 2-3 മഴ കിട്ടിക്കഴിയുമ്പോൾ കീടങ്ങളുടെ ശല്യമൊക്കെ പെട്ടെന്ന് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് നോക്കണേ. അപ്പോൾ ഈ ഒരു മുരടിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ആ പെട്ടെന്ന് പുതിയ തളിർപ്പുകൾ വരുന്നതായിട്ടും കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് വരുന്ന സമയത്തൊക്കെ നല്ലൊരു ഫെർട്ടിലൈസറോടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടി നല്ല ഉഷാറായിട്ട് തന്നെ നല്ലപോലെ വളർന്നിട്ട് ഒരുപാട് പൂമുട്ടുകളും പുതിയ തിളർപ്പുകളും പൂക്കളും ഒക്കെ വന്ന് നിറയാൻ സഹായിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കുന്ന ആ ഒരു ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ സാധനങ്ങൾ ഉപയോഗിച്ച്, അതായത് നമ്മുടെ മണ്ണിനെ നല്ലൊരു വളക്കൂറുള്ള മണ്ണാക്കി മാറ്റി. നമ്മുടെ മണ്ണ് ഈ ചെടിച്ചെടിയിലൊക്കെ നമ്മൾ റോസയോ ഏത് ചെടിയാണെങ്കിലും വെച്ച് പിടിപ്പിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലപോലെ മണ്ണ് ട്രീറ്റ് ചെയ്ത് നല്ല രീതിയിൽ വളക്കൂറുള്ള മണ്ണാക്കി മാറ്റും. ഇടയ്ക്കൊന്ന് വേണമെങ്കിൽ നമ്മൾ മണ്ണൊക്കെ ഒന്ന് കുറച്ച് ഭാഗം മേൽമണ്ണ് മാറ്റിയിട്ട് വേറെ പുതിയ മണ്ണൊന്ന് വളക്കൂറ് ഒരാഴ്ചയൊക്കെ ഒന്ന് മണ്ണൊന്ന് വളമെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ചെടിച്ചട്ടിക്കകത്തോട്ട് കുറച്ച് മേൽമണ്ണ് മാറ്റിയിട്ട് ഇത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ്. നമ്മളൊരു 3-4 മാസം കൂടുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ ഈ പ്രത്യേകിച്ച് നേഴ്സറി ബഡ് റോസ് ഒക്കെ പെട്ടെന്ന് നശിച്ചു പോകുന്ന കാണാൻ സാധിക്കും. ഇങ്ങനെ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി നമ്മളതിനെ മാക്സിമം നല്ല രീതിയിൽ നല്ല വളപ്രയോഗവും നല്ല കീടനാശിനി പ്രയോഗവും ഒക്കെ കൊടുത്ത് തന്നെ നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്യുവാണെങ്കിൽ പ്രത്യേകിച്ച് നേഴ്സറി ബഡ് റോസ് ഒക്കെ നല്ലപോലെ തന്നെ നമുക്ക് പിടിച്ച് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നേഴ്സറി ബഡ് റോസ് നമ്മുടെ നിലത്തൊക്കെ വെച്ച് പിടിപ്പിക്കുക, നമ്മുടെ വീട്ടിലെ നിലത്തൊക്കെ വെച്ച് പിടിപ്പിക്കുക, മണ്ണിൽ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കളും മൊട്ടുകളും ഒക്കെ നിറയും. നമ്മൾ ചെടിച്ചട്ടിയിൽ എന്ന പോലെ തന്നെ അതിനെ മണ്ണിൽ വെക്കുന്ന ചെടികൾക്കാണേലും നല്ല രീതിയിൽ കെയർ ചെയ്യണം. ഇടയ്ക്കൊക്കെ മണ്ണൊക്കെ ഇളക്കി കൊടുക്കുകയും അതുപോലെ തന്നെ മുരടിപ്പുള്ള പ്രശ്നം വരുമ്പോഴത്തേനും എന്തെങ്കിലും കീടനാശിനി പ്രയോഗമൊക്കെ ചെയ്യണം. വേപ്പെണ്ണ മിശ്രം സ്പ്രേ ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നല്ല എക്സോഡസ് മേടിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ വളരെ നല്ലതാണ്. അപ്പം നമ്മുടെ ചെടികൾ ധാരാളം പൂക്കളും മൊട്ടുകളും ഒക്കെ വന്ന് നിറയാൻ വേണ്ടി നമ്മളിന്ന് ചെയ്ത് കൊടുക്കുന്നത് മുട്ടത്തോട്. ഇത് പുഴുങ്ങിയ മുട്ടയുടെ തോടല്ല, വാട്ടിയ മുട്ടയുടെ തോടാണ്. ഇത് ഉണങ്ങി ഇരുന്നാണ്. നേരത്തെ തന്നെ ഞാൻ കഴുകി വൃത്തിയാക്കി ഉണക്കാൻ വെച്ചിരുന്നത്. അത് നമ്മൾ കൈകൊണ്ട് പൊടിക്കുക. കൈകൊണ്ട് പൊടിച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചും കൂടെ എടുക്കാം കേട്ടോ. കാരണം മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ നല്ല പൗഡർ രൂപത്തിൽ നമുക്ക് കിട്ടും. നമുക്ക് എളുപ്പമാണ് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഈ ഒച്ചിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ക്രഷ് ചെയ്തിട്ട് നമ്മുടെ ചെടിച്ചിട്ട് ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒച്ചിൻ്റെ ശല്യമൊക്കെ പെട്ടെന്ന് മാറി കിട്ടും. അങ്ങനെ നമ്മുടെ ചെടിച്ചെടിയിനകത്തോട്ട് ഒച്ചുകളൊന്നും കയറത്തില്ല കേട്ടോ. ഒച്ചുകൾ നമ്മുടെ ചെടി നശിപ്പിക്കാറുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കും. നല്ലതായിട്ട് മിക്സ് ചെയ്യുക. വേപ്പിൻ പിണ്ണാക്കിൻ്റെ കൂടെ നമുക്ക് കടലപ്പിണ്ണാക്കം ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചാണകപ്പൊടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക, എന്ത് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുമായം കൂടെ ചേർത്ത് കൊടുത്തു. ഒരു കൈപിടി മുട്ടത്തോട് പൊടിച്ചതും ഒരു കൈപിടി കുമായവും അതുപോലെ തന്നെ ഒരു കൈപിടി വേപ്പിൻ പിണ്ണാക്കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇത് നമ്മുടെ ചെടികൾക്ക് 2 മാസം കൂടുമ്പോൾ ഒരിക്കലും ഇതുപോലെ നല്ലതായിട്ട് നമ്മുടെ റോസാ ചെടിയുടെ മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുത്താൽ വളരെയധികം നല്ലതാണ്. നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു ചെടിയുടെ കേട്, അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ചെടികൾക്ക് കേടും കറുപ്പ്, അതായത് ചെടികളുടെ റോസയിലെ കമ്പുകളൊക്കെ കറുത്ത് പോകുന്ന സമയത്തൊക്കെ ഇതുപോലൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കണം. കറുത്ത കമ്പുകളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഇതുപോലെ മണ്ണൊക്കെ ഇളക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ്. നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ രീതിയിലും നമ്മൾ ചെയ്തു പോയാൽ മാത്രമേ നമ്മുടെ റോസാ ചെടികളെ നമ്മൾ വർഷങ്ങളോളം നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ റോസാ ചെടി ഇങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് വെറുതെ പൂക്കളൊന്നും ഇല്ലാതെ നിൽക്കുന്ന കാണാൻ ഒരു ഭംഗിയില്ലല്ലേ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ മാറി മാറി ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടികളിൽ പിന്നെയും പിന്നെയും പുതിയ തളർപ്പുകളും പുതിയ പൂമുട്ടുകളും ഒക്കെ തുടരെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വളം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കാൻ മറക്കല്ലേ. നല്ല രീതിയിൽ ഉള്ള ഒരു വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്നതാണ് കുമായം, അതുപോലെ തന്നെ ചാരം, അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ഇതൊക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഇത് മാത്രം
മാത്രമാണ് ഇടുന്നത്. ഞാനിത് ഇടയ്ക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. എനിക്ക് നല്ല റിസൾട്ടും കിട്ടാറുണ്ട്. അപ്പോൾ ഓരോ ചെടിയിലെയും പൂക്കളാണ് അതിൻ്റെ ഭംഗിയല്ലേ. പൂക്കളുള്ള ചെടികൾക്ക് വേറൊരു ഭംഗി, പൂക്കളില്ലാത്ത ഇലച്ചെടികൾക്ക് വേറൊരു ഭംഗിയല്ലേ. ഇപ്പോൾ എന്തായാലും ചെടികൾക്ക് നല്ല ഭംഗിയും നല്ല പച്ചപ്പും ഒരുപാട് മുട്ടുകളും പൂക്കളും ഒക്കെ വന്ന് നിറയണമെങ്കിൽ നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള വളപ്രയോഗവും കീടനാശിനി പ്രയോഗവും ഒക്കെ ചെയ്ത് കൊടുത്താലേ ഏത് ചെടിയിലും പച്ചക്കറി ആണെങ്കിലും ഏത് ചെടിയാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് വളരത്തുള്ളൂ. അപ്പോൾ ഇതൊന്നൊന്ന് ചെയ്ത് നോക്കാൻ എല്ലാവരും മറക്കല്ല കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.